എനിക്ക് പറ്റിയ പണിയല്ല ഇതെന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ. ചില മാസങ്ങളിൽ നല്ല നീറ്റായിട്ട് തന്നെ വീഡിയോ ചെയ്യാൻ പറ്റാറുണ്ട് മാഷാല്ലാ. അപ്പോൾ ചില മാസങ്ങളിലാണെങ്കിലോ എത്ര ശ്രമിച്ചാലും കറക്റ്റ് വീഡിയോ ഇടാൻ സാധിക്കാറുമില്ല കേട്ടോ. സ്ഥിരം എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. എന്നാലും എന്നെക്കൊണ്ട് കഴിയും പോലെ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ 13-ാം തീയതി മുതൽ ഇന്നേ വരെ ഓരോ തിരക്കിലാണ് കേട്ടോ. അതിനിടയിൽ നമ്മൾ അസുഖത്തിലും പെട്ടു. അപ്പോൾ അത് കാരണമാണ് കുക്കിംഗ് വീഡിയോ ഒന്നും വരാതിരുന്നത് കേട്ടോ. പിന്നെ നമ്മളെ ഫോണൊക്കെ ഫുള്ളായി, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായി. അതിനുശേഷം പിന്നെ നമ്മൾ ഈ ഒരു മൊത്തം വീഡിയോസും ഒഴിവാക്കിയതിന് ശേഷം പിന്നെ വേറെ വീഡിയോ എടുക്കാമെന്ന് കരുതിയത് കേട്ടോ. അപ്പോൾ കുക്കിംഗ് വീഡിയോ ഇടാനും അതുപോലെ നിങ്ങൾക്കത് കാണുന്നതൊക്കെ താല്പര്യം എന്നുള്ളത് എനിക്കറിയാം. ചിലപ്പോൾ അതിന് പറ്റാറില്ല കേട്ടോ. ഈ വീഡിയോ നമ്മൾ മുന്നൊരിക്കൽ ഒരു ചോലയിൽ പോയിട്ടുണ്ടായിരുന്ന വീഡിയോ ഇട്ടില്ലേ, അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഇത് കുളത്തിലാണ്. ഞാൻ കളി അറിയാത്ത കാരണേ കളത്തിന് പുറത്തിരുന്നു. എന്നാലും കാലിട്ട് ഇങ്ങനെ ആസ്വദിച്ചു കേട്ടോ. അതന്നെ നല്ല രസമായിരുന്നു. റൂഹിയെ കൈകൊണ്ട് പിടിച്ചിട്ട് വെള്ളത്തിലിറക്കി. അവക്കും വെള്ളത്തിലിറങ്ങിയപ്പോൾ ഉന്മേഷം കൂടി. അത് കാരണം ഞാൻ മെല്ലെ അവളെയും പൊക്കി ഞാൻ കയറി. അവിടെ തന്നെ ഇരിക്കാൻ നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് കളി അറിയാത്ത കാരണം പിന്നെ കൂടുതലായിട്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ. എങ്കിലും കണ്ട് ആസ്വദിച്ചു. ഒരുപാട് പേര് കുട്ടികളെ നീന്ത പഠിപ്പിക്കുന്നുണ്ട്. നീന്തി രസിച്ചു തിമർക്കണുണ്ട് കേട്ടോ. ചില കൂട്ടർ അലക്കണുണ്ട്. അങ്ങനെ കളിച്ചും രസിച്ചൊക്കെ ആയിട്ട് അങ്ങനെ പോന്നു. അതിനിടയിൽ കൂടെയുള്ളവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ പോവാൻ ഒരുങ്ങിയിട്ടാണ്. അപ്പോഴാണ് കുട്ടികളുടെ കണ്ണിൽ ഇതാ ഇങ്ങനെയൊരു സംഭവം പെട്ടത്. സാധാരണഗതിയിൽ ഞാനിങ്ങനെയുള്ളതൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. അപ്പോൾ ഒരു കൊതി വന്നു. അപ്പോൾ ആ ഒരു മാങ്ങൻ്റെ പീസ് കഴിച്ചതാണ് വീണ്ടും വാങ്ങിക്കാൻ തോന്നിയിട്ടാ. അത്രക്കും നല്ല ടേസ്റ്റ്. ഇന്നേ വരെ ആ ഒരു മാങ്ങൻ്റെ രുചി വായിന്ന് പോയിട്ടില്ല. പിന്നെ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.